ടീച്ചറെ, നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്താലോ? ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, ടീച്ചർ അതിന് ഉത്തരം നൽകാമോ? ഓക്കെ, ഷുവർ. 2025 സെപ്റ്റംബർ കണക്ക് പ്രകാരം ഫിഫ റാങ്കിംഗ് ഇന്ത്യയുടെ സ്ഥാനം. 2025 സെപ്റ്റംബർ കണക്ക് പ്രകാരം ഫിഫ റാങ്കിംഗ് ഇന്ത്യയുടെ സ്ഥാനം 134. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ EVM-ന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടകം. എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും മുഴുവൻ ഇൻഷുറൻസ് പോളിസികളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന പദ്ധതി. എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും മുഴുവൻ ഇൻഷുറൻസ് പോളിസികളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ബീമാ സുഗം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. പസഫിക് റീച്ച് 2025 എന്ന സൈനിക അഭ്യാസം ഏത് രാജ്യത്താണ് നടക്കുന്നത്? പസഫിക് റീച്ച് 2025 എന്ന സൈനിക അഭ്യാസം നടക്കുന്നത് സിംഗപ്പൂരിലാണ്. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് തേക്ക് കോൺഫറൻസ് വേദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് തേക്ക് കോൺഫറൻസ് വേദി കൊച്ചിയാണ്. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഇൻസ്പയർ അവാർഡ് പദ്ധതിയിൽ 1ാം റാങ്ക് നേടിയ ബീഹാറിലെ ജില്ല. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഇൻസ്പയർ അവാർഡ് പദ്ധതിയിൽ 1ാം റാങ്ക് നേടിയ ബീഹാറിലെ ജില്ല മുസാഫർപൂർ. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ? അപ്പൊ തീർച്ചയായും നിങ്ങൾ അടുത്ത ക്ലാസ്സിലും ഇതേ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.